ഒരു പിതാവ് ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത് അവർ താമസിക്കുന്ന വീടിന്റെ അടുത്തൊരു പള്ളി ഉണ്ടോ എന്നുള്ളതാണ്. നാം താമസിക്കുന്ന വീടിന്റെ അടുത്തൊരു പള്ളി ഉണ്ടാകണം. നമ്മുടെ അയൽപ്പക്കത്തൊരു പള്ളി ഉണ്ടാകണം. അയൽപ്പക്കത്തെ പള്ളി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ അയൽവാസിയായി തീരുക എന്നാണ് അതിന്റെ അർത്ഥമെന്ന് സ്വഹീഹായ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. മുസ്നദുൽ ഹാരിസിൽ സ്വഹീഹായ സനദോടുകൂടിയുള്ള ഒരു ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇന്നല്ലാഹ ല യുനാദി യൗമൽ ഖിയാമത്തി ഐന ജീറാനി. ഖിയാമത്ത് നാളിൽ അള്ളാഹു ചോദിക്കുമെന്നാണ്, എന്റെ അയൽവാസി എവിടെ? ഐന ജീറാനി, എന്റെ അയൽവാസികൾ എവിടെ? ഫതഖൂലുൽ മലായികത്തു റബ്ബനാ വമൻ യംബഗി അൻ യുജാവിറക. അള്ളാഹുവേ, നിന്റെ അയൽവാസിയാവാൻ ആർക്ക് സാധിക്കും റബ്ബേ? അവർക്ക് അതിന്റെ പൊരുൾ മനസ്സിലായില്ല. ഫയഖൂലു, അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയും, ഐന ഉമ്മാറുൽ മസാജിദ്. മസ്ജിദുകളെ പരിപാലിച്ചിരുന്ന, ആരാധനകൾ കൊണ്ടും മറ്റും മസ്ജിദുകളെ പരിപാലിച്ചവരെവിടെ? അവരാകുന്നു എന്റെ അയൽവാസികൾ, ജീറാനുകൾ. കാരണം നമുക്കറിയാം, പള്ളി എന്നുള്ളത് ബൈത്തുള്ള അള്ളാഹുവിന്റെ വീടാണ്. അപ്പോൾ ആ പള്ളിക്ക് പരിസരത്ത് താമസിക്കുകയും ആ പള്ളിയിൽ ജമാഅത്ത് നമസ്കരിക്കാൻ വരികയും ആ പള്ളിയെ സംരക്ഷിക്കുകയും ചെയ്യുന്ന ആളുകളൊക്കെ അള്ളാഹുവിന്റെ ജീറാനുകൾ എന്നുള്ള നിലക്കാണ് അള്ളാഹു വിശേഷിപ്പിച്ചിട്ടുള്ളത്. അതൊരു വിശേഷണമാണ്. അപ്പോൾ നമ്മുടെ വീടിന്റെ പരിസരത്ത് ഒരു പള്ളി ഉണ്ടാവുക, കൃത്യമായി 5 വക്ത് ജമാഅത്തായി നമസ്കരിക്കാൻ പോകുന്ന ഒരു സാഹചര്യം മക്കൾക്കുണ്ടാവുക എന്നുള്ളതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. മഹാനായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ മക്കളെ അവിടെ കാർഷികമായ ഭൗതികമായ വിഭവങ്ങളൊന്നും അവിടെ അല്ലെങ്കിലും പള്ളിക്കാണ് അദ്ദേഹം കൂടുതൽ പ്രാധാന്യം കൊടുത്തത്. പലരും ഭൗതികമായ സാഹചര്യങ്ങൾക്കും ചുറ്റുപാടുകൾക്കുമാണ് പ്രാധാന്യം കൊടുക്കുന്നതെങ്കിൽ മഹാനായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ കൃഷിയൊന്നുമില്ല, പക്ഷേ റബ്ബെ പള്ളിയുടെ അടുത്ത് താമസിപ്പിക്കുന്നു, അവർ നമസ്കാരം നിലനിർത്തട്ടെ. പിന്നീട് പ്രാർത്ഥിച്ചു, അവർക്ക് നീ റിസ്ക് അത് വിശാലമായി നൽകണമേ. അപ്പോൾ ആ ഇബാദത്ത് അവർ കൃത്യമായി നിർവഹിച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കയിലേക്ക് എല്ലാവിധ വിഭവങ്ങളും എത്തുന്ന ഒരു സംവിധാനം ഉണ്ടാക്കി ഏറ്റവും മെച്ചപ്പെട്ട ഒരു സ്ഥലമാക്കി അതിനെ മാറ്റുകയും ചെയ്തു. അപ്പോൾ നാം നമസ്കാരവും ഇബാദത്തുകളും മറ്റ് കാര്യങ്ങൾക്കൊക്കെ മുൻഗണന കൊടുക്കുമ്പോൾ ഭൗതിക സുഖ സൗകര്യങ്ങളും അതിലുള്ള ബറക്കത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കൊണ്ടുവന്നു തരും. മാത്രമല്ല, പരിസരത്തൊരു പള്ളി ഉണ്ടാവുക എന്നൊക്കെ പറയുന്നത് വലിയ ഒരു പ്രകാശമാണ്. നമ്മുടെ ജീവിതത്തിൽ തന്നെ ഒരു പ്രകാശവും ഒരു വെളിച്ചവും ജീവിതത്തിൽ ഒരു ബറക്കത്തുമാണ് നാം താമസിക്കുന്ന വീടിന്റെ അടുത്ത് ഒരു പള്ളി ഉണ്ടാവുക എന്നൊക്കെ പറഞ്ഞാൽ. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് പറയുന്നു, ഇദാ നൂദിയ ലിസ്സലാത്തി അദ്ബറ ശൈത്താൻ. പള്ളിയിൽ നമസ്കാരത്തിന് വേണ്ടി ബാങ്ക് വിളിക്കപ്പെട്ടാൽ പിശാച് ഓടുന്നതാണ്. വലഹു ദുറാത്തുൻ, കീഴ്വായു ഇട്ടുകൊണ്ട് പിശാച് ഓടി അകലുന്നതാണ്. ഹത്താ ലാ യസ്മഅ തഅ്ദീൻ, ബാങ്ക് കേൾക്കാത്ത സ്ഥലത്തേക്ക്, അത്രയും ദൂരത്തേക്ക് പിശാച് ഓടിപ്പോകുന്നതാണ്. എന്നാൽ ബാങ്ക് വിളി കഴിഞ്ഞാൽ അവൻ തിരിച്ചു വരും. അതേപോലെ തന്നെ ഇദാ സുവ്വിബ ബിസ്സലാ, ഇഖാമത്ത് കൊടുത്താൽ അദ്ബറ, അപ്പോഴും പിശാച് ഓടി അകലും, അതിനുശേഷം വീണ്ടും വരും. അപ്പോൾ നിങ്ങൾ നോക്കൂ, ബാങ്കും ഇഖാമത്തും ഒക്കെ കൊടുക്കപ്പെടുന്ന ഒരു സ്ഥലത്ത് നിന്ന് പിശാച് നിരന്തരമായി ആട്ടി അകറ്റപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബാങ്ക് വിളി കേൾക്കാത്തൊരു സ്ഥലത്ത് വീട് വെച്ച് താമസിക്കുക എന്നുള്ളത് മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല കാര്യമല്ല. മറിച്ച് അവർ പള്ളിയുള്ള പരിസരങ്ങളിലേക്ക് അവരുടെ താമസം അവർ മാറ്റേണ്ടതാണ്.